നമസ്കാരം. ആഗോള സമ്പദ് വ്യവസ്ഥയെയും അന്താരാഷ്ട്ര വിപണിയെയും ഒരുപോലെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു നിർണായക ചുവടുവെപ്പിലേക്കാണ് ഇറാനും അമേരിക്കയും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഏകദേശം 4 മാസത്തോളം നീണ്ടുനിന്ന അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ടോൾ ചുമത്തുന്ന അല്ലെങ്കിൽ ചുങ്കം ചുമത്തുന്നതിന് പകരം സമുദ്ര സേവന ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രാൻസിറ്റ് ടോളുകൾ പിരിക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന്, മറിച്ച് അതെന്താണ്, നാവിഗേഷൻ സേവനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, കപ്പൽ ഇൻഷുറൻസ് എന്നിവയ്ക്ക് ആവശ്യമായ തുകയാണ് ഈടാക്കുന്നതെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മൈ ബഹായ് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് വാണിജ്യ ഷിപ്പിംഗിനായി അടച്ചിട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കുന്നു എന്നതാണ് ഈ പുതിയ ധാരണയിലൂടെ ഏറ്റവും വലിയ സവിശേഷതയും. ഇതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി ഇറാന്റെ ആണവ പദ്ധതി, ഉപരോധ ഇളവുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ കരാർ വഴിയൊരുക്കും. എന്തായാലും ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സേവനങ്ങളുടെ ഭാവി ഭരണം ഇറാനും ഒമാനും ചേർന്ന് തീരുമാനിക്കണമെന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തിമ കരാർ വാചകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഈ കരാർ ഔപചാരികമായി ഒപ്പുവെക്കുന്നത്. ഇത് ഒപ്പുവെക്കും എന്നാണ് പ്രതീക്ഷയും. എന്തായാലും ഇതോടെ വിവിധ മേഖലകളിലെ സൈനിക നടപടികൾ അവസാനിക്കുമെന്നും യുദ്ധത്തിൽ തകർന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ വിദേശത്ത് മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കുവാനും അമേരിക്ക ഈ കരാറിലൂടെ പ്രതിജ്ഞാബദ്ധരായിട്ടുണ്ട്. എന്നാൽ ഈ കരാർ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലെബനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം എന്ന് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലെബനന്റെ സുരക്ഷയും പരമാധികാരത്തിനും ഭീഷണിയുണ്ടായാൽ ഒരു കരാറും മുന്നോട്ടു പോകില്ല എന്ന് വ്യക്തമായി ഇറാൻ പറയുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക ഇറാൻ കരാർ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ നേതാക്കൾ ഈ കരാറിനെതിരെ രംഗത്ത് വന്നത്. തങ്ങൾക്ക് ഈ കരാറിന്റെ തങ്ങളെ കൊണ്ട് ഈ കരാറിന്റെ ഭാഗമാകാൻ കഴിയില്ല എന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ചട്ടക്കൂട് കരാർ നിലവിലെ പെരുമുറുക്കം കുറയ്ക്കാനുള്ള ഒരു താൽക്കാലിക ചുവടുവെപ്പ് മാത്രമാണെന്നും അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള അഗാധമായ അവിശ്വാസം ഇറാൻ ഇപ്പോഴും പുലർത്തുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടിയ അനുഭവം അതായിരുന്നു. എന്തായാലും ആഗോളതലത്തിൽ വലിയൊരു യുദ്ധഭീതി ഒഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് ലോകമെങ്കിലും വരും ദിവസങ്ങളിലെ ചർച്ചകളും ജൂൺ 19 ഔദ്യോഗിക ഒപ്പുവെക്കലും മാത്രമായിരിക്കും ഈ സമാധാന കരാറിന്റെ യഥാർത്ഥ ഭാവി നിർണയിക്കുക. അത് എന്താകുമെന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്നു തന്നെ കാണാം.